ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 12. ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം. ജഗൽ പ്രാണപുത്രനായ ഹനുമാൻ സകരപുത്രന്മാരാൽ നിർമ്മിക്കപ്പെട്ട സാഗരം തരണം ചെയ്യുന്നു. തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സുരസ പ്രത്യക്ഷപ്പെടുന്നു. നാഗമാതാവായ കദ്രുവിൻ്റെയും കശ്യപൻ്റെയും മകളാണ് സുരസ. അനന്തൻ്റെയും ശിവഭൂഷണമായ വാസികയുടെയും കനിഷ്ഠ സഹോദരിയുമാണ്. ഭർത്താവ് അരുണദേവനാണ്. ഇവരുടെ പുത്രന്മാരാണ് സമ്പാദിയും ജടായുവും. ഇവർക്ക് മുക്തി നൽകിയത് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ്. വിജൃംഭിച്ച സുരസയുടെ വായിലൂടെ അശുവായി ആഞ്ജനേയൻ കയറി ചെവിയിലൂടെ പുറത്തു വന്നു. അന്ന് മുതൽ സുരസ ഹനുമാനെ പുത്രവത് വാത്സല്യം പുലർത്തി വരുന്നു. ഹനുമാന്റെ ശക്തിയും സാമർഥ്യവും മനസ്സിലാക്കുവാൻ ദേവന്മാർ നിയോഗിച്ചതാണ് സുരസയെ. മൈനാകത്തെ വായു ദേവനാണ് ഒരു നാൾ രക്ഷിച്ച് സാഗരതലത്തിൽ പാർപ്പിച്ചത്. അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് വായുപുത്രനായ ഹനുമാന് വിശ്രമാർത്ഥം ഉയർന്നു വന്ന് തന്നിൽ വിശ്രമിക്കാൻ ക്ഷണിച്ചത്. സീതാദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന വഴി മൈനാകത്തിൻ്റെ ആതിഥ്യം ആഞ്ജനേയൻ സ്വീകരിക്കുകയും ചെയ്തു. മുഖ്യമായ ഒരു ലക്ഷ്യം നിറവേറുന്നതുവരെ ഉപലക്ഷ്യങ്ങളുടെ പിന്നാലെ പോകരുത് എന്ന ഗുണപാഠം ഈ സംഭവത്തിൽ നിന്നും കിട്ടുന്നു. വിശേഷിച്ചും പഠിതാക്കൾക്ക്. ഛാത്രാണാം അധ്യയനം തപഃ എന്നാണല്ലോ അഭിജ്ഞ ഉപദേശവും. സിംഹിക എന്ന ഛായാഗ്രാഹിണിയാണ് തന്നിലേക്ക് ഹനുമാനെ ആകർഷിക്കാൻ ശ്രമിച്ചത്. ജഗത് പ്രാണപുത്രൻ്റെ ചവിട്ടേറ്റിട്ട് അവൾ ആഴിത്തട്ടിലേക്ക് ആണ്ടുപോയി. ഹനുമാൻ അയോധ്യയുടെയും ലങ്കയുടെയും ഉത്കർഷം താരതമ്യപ്പെടുത്തി മനസ്സിലാക്കി. അയോധ്യയുടെ സമൃദ്ധി ധർമ്മമാർഗത്തിലൂടെ നേടിയതാണ്. അതെന്നും നിലനിൽക്കും. എന്നാൽ ലങ്കയിലെ വൈഭവം രാവണൻ്റെ പാപപങ്കിലമായ കർമ്മഫലമാണ്. അത് ക്ഷണികവും അപവിത്രവുമാണ്. രാവണോദ്യാനമായ അശോകവനം, അവിടെയാണ് സീത പാർപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആ ദിശാബോധം സമ്പാദിയാണ് വീക്ഷിച്ച് നൽകിയത്. ഹനുമാന്റെ പ്രഹരമേറ്റ് ലങ്കാലക്ഷ്മിക്ക് ശാപമുക്തി ലഭിച്ചു. ലങ്കാ നഗരിയിലെ സകല രഹസ്യങ്ങളും
ഹനുമാന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാവൽക്കാരായ രാക്ഷസന്മാരെ മയക്കി ഉറക്കാനുള്ള നിദ്രാമന്ത്രവും ചൊല്ലിക്കൊടുത്തു പഠിപ്പിച്ചു. ലങ്കാലക്ഷ്മി അവിടം വിട്ടതോടുകൂടി ലങ്കയിലെ ഐശ്വര്യങ്ങളും മങ്ങിപ്പോയി. എല്ലാ ഐശ്വര്യങ്ങളും. പ്രഹസ്തനും മഹാപാർശ്വനും രാവണൻ്റെ മന്ത്രിപ്രവരന്മാരാണ്. രാവണ പത്നിമാരാണ് ഹേമയുടെ മകൾ മണ്ഡോദരിയും ധന്യമാലയും. ഉത്തമ സ്ത്രീ കഥാപാത്രങ്ങളാണ്. നാരീണാം ഉത്തമാവധു സീതാദേവി. കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മണ്ഡോദരിക്കാണ്. ഭാരതീയ സാഹിത്യത്തിൽ വാഴ്ത്തപ്പെടുന്ന പഞ്ചസ്ത്രീരത്നങ്ങൾ ഇവരാണ്: സീതാദേവി, മണ്ഡോദരി, താര, അഹല്യ, ദ്രൗപദി എന്നിവർ. ആദ്യത്തെ 4 പേരും രാമായണത്തിൽ വരുന്നവരാണ്. 5ാമത്തെ ആൾ ദ്രൗപദി വരുന്നത് മഹാഭാരതത്തിലുമാണ്. ലങ്കയിൽ സീതാദേവിക്ക് സംരക്ഷണവും സാന്ത്വനവും നൽകിയത് വിഭീഷണ പത്നിയായ സരമയും മകൾ ത്രിജടയുമാണ്. ലങ്കയിൽ സീതാസമീപം വന്ന് രാവണസ്തുതി ചൊല്ലിക്കേൽപ്പിച്ച അസുരനാരി വിനതയെ ത്രിജട എതിർത്തു. രാമായണത്തിൽ വരുന്ന പലലം എന്ന വാക്കിനർത്ഥം ഉണങ്ങിയ മാംസം എന്നല്ല. പലലമെന്നാൽ അത് എള്ളുകൊണ്ട് ഉള്ള ഒരു ഭോജ്യ പലഹാരമാണ്. പ്രഹസ്തൻ്റെ പുത്രൻ ജംബുമാലിയെ ഹനിച്ചത് ഹനുമാനാണ്. ശമനപുരം കാലപുരിയാണ്. രാവണൻ്റെ വംശ സഹോദരന്മാരാണ് ഖരനും ദൂഷണനും ത്രിശിരസും. തൻ്റെ ദൂതനെ രാവണൻ വധിച്ചു. തന്മൂലം വൈശ്രവണനാൽ നൽകപ്പെട്ട ശാപഫലമാണ് രാവണന് ദൂതൻ മുഖേന മരണം ഭവിച്ചത്. ആത്മഭാവങ്ങളെ രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൽ വരുന്ന ചില കഥാതന്തുക്കൾ ആണ് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളസദാനി.